صدق الله العظيم. قال رسول الله صلى الله عليه وسلم: تحفظوا من الأرض فإنها أمكم، أو كما قال عليه الصلاة والسلام. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു തആല അവന്റെ കരുണ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കടുത്ത ചൂട് അനുഭവിക്കുകയാണ് നാം എല്ലാവരും. നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ സ്വസ്ഥതയും സ്വാഭാവികതയും തകർത്ത് കളയുന്ന തരത്തിലുള്ള ചൂട്, ഉഷ്ണം അനുഭവിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ മലയാളികളായ നാം ഓരോരുത്തരും കഴിഞ്ഞുകൂടുന്നത്. ചൂട് കാരണം പകല് സമയത്ത് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. വികസിത രാഷ്ട്രങ്ങളിൽ മാത്രം കണ്ടിരുന്നത് പോലെ AC-യിൽ നിന്നിറങ്ങി AC-യിലേക്ക് കയറുന്ന അവസ്ഥ. കേരളത്തിലെ എല്ലാ പള്ളികളും കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് AC ആക്കി മാറ്റി. എന്ന് മാത്രമല്ല, AC ഇല്ലാത്ത പള്ളിയിൽ ഇന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ക്രമാതീതമായി ചൂട് കൂടിയിരിക്കുകയാണ്. നമ്മളൊക്കെ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ 41 42 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ കേരളത്തിലെ താപനില ഉയരുകയും സൂര്യാഘാതമേറ്റ് പല ആളുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചു പോകുന്ന ഒരനുഭവത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ആഗോളതലത്തിൽ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നവും പ്രതിസന്ധിയുമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒന്ന്, ഖിയാമത്തിന്റെ അടയാളം പറയുന്ന സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നു. അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി അല്ലാഹു തആല ഓരോ മനുഷ്യരോടും പറയുന്നു: ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്. ഭൂമിയിൽ, കരയിൽ, കടലിൽ, അന്തരീക്ഷത്തിൽ നാശങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ പ്രവൃത്തി മൂലമാണ്. മനുഷ്യന്റെ കൈ പ്രവർത്തിച്ചത് മൂലമാണ് ഭൂമിയിൽ, നിങ്ങൾ താമസിക്കുന്ന ഭൂമിയിലും കരയിലും കടലിലും കുഴപ്പങ്ങളും നാശങ്ങളും ഉണ്ടാകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കിയാൽ അറിയാം, ഇന്ന് ഭൂമി നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി, നമ്മളൊക്കെ ഭൂമിയുടെ തുടക്കകാലം മുതൽ, മനുഷ്യ വംശത്തിന്റെ തുടക്കം മുതൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇന്ന് ഭൂമി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 1850 ശേഷമാണ് കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങൾ ലോകത്ത് ആരംഭിച്ചത്, കാലാവസ്ഥാ നിരീക്ഷണം ആരംഭിച്ചത്. കാലാവസ്ഥാ നിരീക്ഷണം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കടുത്ത ചൂട്, അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ 150 വർഷത്തിന്റെ ഇടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും കടുത്ത ചൂടുള്ള 10 വർഷങ്ങൾ എടുത്താൽ 2010 ശേഷമുള്ള 10 വർഷങ്ങളാണ്. ഏറ്റവും ചൂടുള്ള 150 വർഷത്തിന്റെ ഇടയിൽ ഏറ്റവും ചൂടുള്ള 5 വർഷം എടുത്താൽ 2015 മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങളാണ്. ആ 2020 ശേഷം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ചൂട് എത്രയാണെന്ന് നമുക്കറിയാം. ഭൂമിയിൽ വലിയ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല പറയുന്നു, അതിന്റെ കാരണം മനുഷ്യന്റെ കരങ്ങളാണ്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന IPCC, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, അതേപോലെ UN നേതൃത്വത്തിലുള്ള മറ്റ് ഓർഗനൈസേഷനുകൾ, ഇവരുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ കൗതുകകരമായ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും.
ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം ആന്ത്രോപോജനിക് ആണ്. ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രവൃത്തി മൂലം ഉണ്ടായതാണ്. പരിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകൾ കാണുമ്പോൾ ഇത് ഇന്നിറങ്ങിയതാണോ എന്ന് നമ്മൾ ആലോചിച്ചു പോകുന്ന രീതിയിൽ അല്ലാഹു തആല നേരത്തെ പറഞ്ഞു വെക്കുകയാണ്, ഭൂമിയിൽ കടലിലും കരയിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ പ്രവൃത്തി മൂലമാണ്. ഇന്ന് എന്താണ് ചൂടിന് കാരണം? അന്തരീക്ഷ വായുവിൽ ക്രമാതീതമായി കാർബന്റെ അളവ് കൂടുന്നു. കാർബന്റെ അളവ് ക്രമാതീതമായി കൂടിയത് കാരണം ചൂട് കൂടുന്നു. ചൂട് കൂടിയത് കാരണം കടല് ചൂടാകുന്നു, മഞ്ഞുമലകൾ ഉയരുന്നു, കടല് കരയിലേക്ക് കയറുന്നു. പല പട്ടണങ്ങളും അടുത്ത് തന്നെ വെള്ളത്തിനടിയിലേക്ക് പോകുമെന്ന് എല്ലാ കോണുകളിൽ നിന്നുമുള്ള പ്രവചനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ സാധാരണ സൂര്യന്റെ ചൂട് ഭൂമിയിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഭൂമിയുടെ ചുറ്റും ഒരു പുതപ്പ് പോലെ, നമ്മൾ സാധാരണ ഒരു കമ്പിളി പുതപ്പിട്ടിട്ട് ആവി പിടിച്ചു കഴിഞ്ഞാൽ ആ ആവിയിൽ നിന്ന് വരുന്ന ചൂട് ആ പുതപ്പിനുള്ളിലും നിൽക്കും. അതുപോലെ ഭൂമി തണുത്ത് മരവിച്ച് കിടക്കുന്ന ഭൂമിയിൽ മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവിക്കണമെങ്കിൽ സ്വാഭാവികമായ ഒരു ചൂട് വേണം. ആ ചൂട് ഭൂമിയിൽ പിടിച്ചു നിർത്താൻ ഭൂമിയുടെ ചുറ്റും കാർബൺ ഡയോക്സൈഡിന്റെ പുതപ്പ് പോലെ ഒരു ആവരണമുണ്ട്. ആ ആവരണമാണ് സൂര്യന്റെ ചൂട് ആവശ്യമായ അളവിൽ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത്. വ്യാവസായിക വിപ്ലവം തുടങ്ങിയതിന് ശേഷം നിയന്ത്രണമില്ലാതെ ഹരിതഗ്രഹവാതകങ്ങൾ മനുഷ്യന്റെ ഉപയോഗം മൂലം ഭൂമിയിൽ കൂടുകയും ഇന്ന് ആ കാർബൺ ഡയോക്സൈഡിന്റെ ആ ആവരണത്തിന് കട്ടി കൂടുകയും സൂര്യന്റെ ചൂട് അല്പം പോലും വെളിയിലേക്ക് പോകാതെ ഭൂമിയിൽ തന്നെ പിടിച്ചു നിർത്തുന്നതാണ് ചൂട് കൂടുന്നതിന്റെ കാരണം. അഥവാ വ്യാവസായിക വിപ്ലവം തുടങ്ങിയതിന് ശേഷം മനുഷ്യൻ പുറന്തള്ളുന്ന കാർബണിന്റെ പേരിലാണ് ഭൂമിക്ക് ചൂട് കൂടിയിരിക്കുന്നത്. ആ ചൂട് കൂടിയതിന്റെ പേരിൽ ഇന്ന് നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു, പ്രതീക്ഷിക്കാത്ത നേരത്ത് കടൽ ചൂട് കൂടിയിട്ട് ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നു. അതേപോലെ മനുഷ്യന് ഉപയോഗിക്കാൻ ആവശ്യമായ ശുദ്ധജലം വറ്റിക്കൊണ്ടിരിക്കുന്നു. അക്വിഫറുകൾ എന്നറിയപ്പെടുന്ന ശുദ്ധജലത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്സുകൾ വറ്റിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 10-40 വർഷത്തിനുള്ളിൽ 100 കോടിയിൽ അധികം വരുന്ന മനുഷ്യരുടെ ആവാസ സ്ഥലം കടൽ എടുത്തുകൊണ്ട് പോകുമെന്ന് ശാസ്ത്രലോകത്തെ എല്ലാ കോണുകളിൽ നിന്നും പ്രവചനം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത്രയും രൂക്ഷമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ദൈവം ഈ ലോകത്ത് സൃഷ്ടിച്ച ജീവികൾക്ക് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആവാസ വ്യവസ്ഥകളെയും ഈ പ്രകൃതിയെയും കേടുകൂടാതെ സംരക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ മനുഷ്യനോടുള്ള കൽപ്പനയാണ്. ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഹഫ്ഫദൂ മിനൽ അർദ്, നിങ്ങൾ ഭൂമിയെ സൂക്ഷിക്കണം, നിങ്ങൾ ഭൂമിയെ സംരക്ഷിക്കണം. ഫഇന്നഹ ഉമ്മുക്കും, കാരണം ഭൂമി നിങ്ങളുടെ മാതാവാണ്. ഭൂമിയിലേക്ക് വെട്ടുമ്പോ, കോടാലി കൊണ്ട് വെട്ടുമ്പോ, പിക്കാസ് കൊണ്ട് വെട്ടുമ്പോ, ഭൂമിയിൽ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾ താമസിക്കുന്ന ഭൂമിയാണിത്. ഇവിടെ നിങ്ങളെപ്പോലെ കുറെ ജീവജാലങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് ഭൂമിയുടെ സകല ക്രമീകരണങ്ങളും നിശ്ചയിച്ചിരിക്കുന്നത്. ആ ക്രമീകരണങ്ങളെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അട്ടിമറിച്ച് നശിപ്പിച്ച് കളഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുകയാണ്. നമ്മൾ ആലോചിക്കണം, മനുഷ്യൻ മാത്രമല്ല ഭൂമിയിൽ ജീവിക്കുന്നത്, മനുഷ്യന്റെ ജീവിതം തന്നെ ഇന്ന് ദുരിതത്തിലായി. ലോകം ഏറ്റവും കൂടുതൽ ഇന്ന് നേരിടുന്ന, നമ്മൾ വിദേശ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലെ പ്രധാനപ്പെട്ട വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്, ആഗോള താപനം. ഗ്ലോബൽ വാർമിംഗ്, ലോകം ഇന്ന് വലിയ രീതിയിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നൂറ്റാണ്ട് അവസാനിക്കുന്നതോടുകൂടി തന്നെ ഏതാണ്ട് ദക്ഷിണേഷ്യയുടെ മുഴുവൻ ഭാഗങ്ങളും മനുഷ്യന് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുമെന്ന് ശാസ്ത്ര സമൂഹം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന്
വളരെ കൗതുകത്തോടുകൂടി ശാസ്ത്രലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത് അന്റാർട്ടിക്കയിൽ പെൻ ഐലൻഡ് ബേ എന്ന് പറയുന്ന ഒരു ഐലൻഡില് അവിടുത്തെ വലിയ 2 മഞ്ഞുമലകൾ അത് ഉരുകുന്നതിന്റെ വേഗതയെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി ഉരുകിയാൽ, അത് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞ 10-20 വർഷമായി അതിന്റെ വേഗത കൂടിയിട്ടുണ്ട്. അത് പൂർണ്ണമായി ഉരുകിക്കഴിഞ്ഞാൽ സമുദ്ര ജലനിരപ്പ് ഏതാണ്ട് 11 അടി വരെ ഉയരും. 11 അടി വരെ ഉയരുമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സമുദ്ര ജലനിരപ്പ് ഇന്നുള്ളതിനേക്കാൾ 1 അടി ഉയർന്നു കഴിഞ്ഞാൽ 100 കോടി മനുഷ്യർ താമസിക്കുന്ന ലോകത്തിന്റെ സകല തീരപ്രദേശ പട്ടണങ്ങളും വെള്ളത്തിനടിയിലേക്ക് പോകും. അപ്പോ 11 അടി സമുദ്ര ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പരിശുദ്ധ ഖുർആൻ ഖിയാമത്തിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് പറയുന്ന ഒരു പ്രയോഗം, വഇദൽ ബിഹാറു ഫുജ്ജിറത്. വഇദൽ ബിഹാറു ഫുജ്ജിറത്. ഇങ്ങനത്തെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതത്തോടു കൂടി ചിന്തിച്ചു പോകും, ഇത് ഇന്നലെ ഇറങ്ങിയ ആയത്താണോ എന്ന്. ഇതിനെക്കുറിച്ച് ശാസ്ത്ര സമൂഹം തന്നെ വളരെ വ്യക്തതയോടുകൂടി ഗൗരവത്തോടുകൂടി ചിന്തിക്കാൻ തുടങ്ങിയിട്ട് 10-30 വർഷമായിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് സമുദ്രം കരയിലേക്ക് കയറി വരും, ഭൂമിയിലെ കര മുഴുവൻ വെള്ളം കടലെടുത്തുകൊണ്ട് പോകുമെന്ന് മനുഷ്യൻ ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന ഒരു കാലത്ത് പരിശുദ്ധ ഖുർആൻ അക്ഷരാഭ്യാസമില്ലാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മളെ ഓതി കേൾപ്പിച്ചു, വഇദൽ ബിഹാറു ഫുജ്ജിറത്. ലോകത്തിന്റെ അവസാനമെത്തുന്ന സമയം മനുഷ്യന്റെ പ്രവൃത്തി മൂലം സമുദ്രം അത് കരയിലേക്ക് കയറും. നിങ്ങൾ താമസിക്കുന്ന പട്ടണങ്ങളിൽ പലതും കടല് വിഴുങ്ങിക്കളയും, മുങ്ങിപ്പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ അന്നേ പറഞ്ഞു വെച്ചു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, കടല് കത്തും. കടല് കത്തുമെന്ന് പറഞ്ഞപ്പോ കളിയാക്കിയിരുന്ന ആളുകൾ, വെള്ളം എങ്ങനെയാണ് കത്തുന്നത് എന്ന് ചോദിച്ച് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തെ കളിയാക്കിയിരുന്ന ആളുകൾ ഇന്ന് ഐക്യരാഷ്ട്ര സഭയുടെ റിപ്പോർട്ടുകളിൽ കടലിന്റെ കത്തലിനെ കുറിച്ച്, ചൂടാകലിനെ കുറിച്ച്, അതിലൂടെ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റിനെ കുറിച്ച് ഇന്ന് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം നമ്മളോട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഭൂമിയിൽ മനുഷ്യനെ പോലെ തന്നെ താമസിക്കുന്ന മുഴുവൻ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന മുസ്ലിം എന്ന നിലയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജറാദ്, വെട്ടുകിളി എന്ന് പറയുന്ന ജീവിയെ കാണാനില്ല. അതിന് വംശനാശം സംഭവിച്ചു എന്നൊരു വാർത്ത ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ എത്തുന്ന സമയം അദ്ദേഹം ദുഃഖിച്ചു, വിഷമിച്ചു. പെട്ടെന്ന് തന്നെ ഒരു സംഘം സഹാബാക്കളെ തെരഞ്ഞെടുത്തു, ഒരു കമ്മീഷനെ നിയോഗിച്ചു. എന്തുകൊണ്ട് വെട്ടുകിളിക്ക് വംശനാശം സംഭവിച്ചു എന്നതിനെ കുറിച്ച് പഠിക്കാൻ. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിൽ ഓരോ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അതിന്റെ ആവാസ വ്യവസ്ഥകളിൽ മാറ്റം വന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ സംഭവിച്ച് ഓരോ ജീവികളായി വംശനാശ ഭീഷണി നേരിടുന്ന കാലഘട്ടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഖിയാമത്തിനെ പ്രതീക്ഷിച്ചോ എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിന്റെ പേരിൽ എന്തുകൊണ്ട് ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ അങ്ങനെ തന്നെ നിലനിർത്തിയില്ല എങ്കിൽ ഭൂമിയുടെ ആയുസ് അവസാനിച്ച് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകും എന്ന ബോധ്യത്തിന്റെ പേരിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ അവസാനം ഇറാഖിന്റെ ഭാഗത്ത് വെട്ടുകിളികൾ, ജറാദ് എന്ന് പറഞ്ഞാല് നമ്മൾ തുമ്പി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ചെറിയ കിളിയാണ്. ഇറാഖിന്റെ ഭാഗത്ത് ജറാദിന്റെ സാന്നിധ്യം ഉണ്ടെന്നറിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് ആശ്വാസമായി എന്ന് ഹദീസുകളിൽ കാണാം. കാരണം ഒരു ജീവിക്കെങ്കിലും വംശനാശം സംഭവിക്കുന്ന രീതിയിൽ നമ്മളുടെ പ്രവൃത്തി മൂലം ഭൂമിയുടെ ഘടനയിൽ മാറ്റം വന്നാൽ ഖിയാമത്തിലേക്കുള്ള നമ്മളുടെ ദൂരം അടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ലോകത്ത് 1947 ആണവ ആയുധങ്ങളുടെ കണ്ടുപിടുത്തത്തിന് ശേഷം സ്ഥാപിച്ച ഒരു ക്ലോക്ക് ഉണ്ട് ചിക്കാഗോയിൽ. ഡൂംസ്ഡേ ക്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഡൂംസ്ഡേ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തിന്റെ ഘടികാരം എന്നാണ് അതിന്റെ അർത്ഥം. അത് അർദ്ധരാത്രി 12 മണിയിലേക്ക് അതിന്റെ സൂചി എത്തിയാൽ ഭൂമി അവസാനിച്ചു, മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഭൂമി തകർന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഭൂമിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്
അത് 12 മണിയിലേക്ക് അതിന്റെ സൂചി അടുപ്പിച്ചു വെക്കും. 2017 നവംബർ മാസത്തിൽ ഇന്ന് ലോകം നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ചും ചൂടിനെ കുറിച്ചുമൊക്കെ ലോക സമൂഹത്തിന് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ലോകത്തെ പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. 2017 ലോക മനുഷ്യർക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ അന്ത്യദിനത്തിന്റെ ക്ലോക്ക് 2 മിനിറ്റിലേക്ക് അടുപ്പിച്ചു വെച്ചു. അഥവാ 12 മണിയാകാൻ 2 മിനിറ്റ് എന്ന നിലയിൽ ആ ക്ലോക്കിന്റെ സൂചി അടുപ്പിച്ചു വെച്ചു. അഥവാ ഇന്ന് ഭൂമിയിൽ മനുഷ്യന്റെ പ്രവൃത്തി മൂലം ഉണ്ടായിരിക്കുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇങ്ങനെ തന്നെ പോയാൽ ഭൂമി അവസാനിക്കാൻ ഇനി 2 മിനിറ്റേ സമയമുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ അത് അടുപ്പിച്ചു വെച്ചു. 2ാം ലോക മഹായുദ്ധം ലോകത്തുണ്ടാക്കിയ കെടുതികൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ 2 മിനിറ്റിലേക്ക് ഇത് അടുപ്പിച്ചു വെക്കുന്നത്. 2022 അത് 1 മിനിറ്റിലേക്ക് അടുപ്പിച്ചു വെച്ചു. 2023 ജനുവരിയിൽ 1 മിനിറ്റും 30 സെക്കൻഡ് 90 സെക്കൻഡിലേക്ക് ആ ക്ലോക്കിന്റെ സൂചി അടുപ്പിച്ചു വെച്ചു. എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തിന്റെ ക്ലോക്കിന്റെ സൂചി 12 മണിയാകാൻ 12 മണിയായാൽ ലോകം അവസാനിച്ചു എന്ന് ശാസ്ത്രീയമായി മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് അത് സ്ഥാപിച്ചത്. 12 മണിയാകാൻ 1.5 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ നമ്മളുടെ അന്തരീക്ഷം മലിനമായിക്കൊണ്ടിരിക്കുന്നു, മോശമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്ര സമൂഹം തന്നെ നമ്മളോട് വിളിച്ചു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയുന്നു, വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ. നബിയെ, അവരോട് ചില മനുഷ്യരുണ്ട് ഭൂമിയിൽ, അവരോട് പറയപ്പെട്ടാൽ, അവരോട് ആളുകൾ ഉപദേശിച്ചു കൊടുത്താൽ ഭൂമിയെ അതിന്റെ സ്വാഭാവികമായ പ്രകൃതിക്ക് ശേഷം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. ലാ തുഫ്സിദൂ ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. ബഅദ ഇസ്ലാഹിഹാ, അതിന്റെ സ്വാഭാവികതയ്ക്ക് ശേഷം, അത് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ അവസ്ഥയിൽ അതിന്റെ അന്തരീക്ഷം ക്രമീകരിച്ച് നിലനിന്നതിന് ശേഷം നിങ്ങൾ അതിന്റെ അന്തരീക്ഷത്തെ നശിപ്പിച്ചു കളയരുത്. അതിന്റെ വായുവിനെ നിങ്ങൾ മലിനമാക്കി കളയരുത്. അതിലെ മരങ്ങളെ നിങ്ങൾ വെട്ടിക്കളയരുത്. അതിലെ കാടുകളെ നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. അതിലെ മണലുകളെ നിങ്ങൾ ഊറ്റിക്കളയരുത്. അതിലെ ശുദ്ധജലങ്ങളെ നിങ്ങൾ ഊറ്റിയെടുത്ത് കമ്പോളത്തിൽ വിൽക്കരുത്, വിൽപ്പന ചരക്കാക്കരുത് എന്ന് ചില മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ആർത്തി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് ഭൗതികമായ ജീവിതത്തിന്റെ വിഷയത്തിൽ, ഭൂമിയുടെ വിഷയത്തിൽ അവര് പറയുന്ന വർത്തമാനങ്ങൾ കേട്ടാൽ തങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അവര് തങ്ങളുടെ അടുക്കൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവര് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, കൃഷി നശിപ്പിക്കും, മനുഷ്യന്റെ ജീവൻ നശിപ്പിച്ച് കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ ചില മനുഷ്യരെ കുറിച്ച് പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 200 വർഷം വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് മുതൽ 19ാം നൂറ്റാണ്ട് മുതൽ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ചൂഷണം ചെയ്ത് കവർന്നെടുത്ത സകലതിനോടുമുള്ള പ്രതികാരം ഭൂമി ഇന്ന് മനുഷ്യനോട് വീട്ടിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 200 വർഷമായി അന്തരീക്ഷത്തിൽ വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ കാർബന്റെ അളവ് ഏതാണ്ട് 200 ppm ആയിരുന്നു. അന്തരീക്ഷ വായുവിൽ മാക്സിമം ആകാവുന്ന കാർബന്റെ അളവ് 450 ppm ആണ്. 1996 ടോട്ടോ ഉടമ്പടിയുടെ സമയമായപ്പോ അത് 390 ppm ആയി കഴിഞ്ഞു. 2010 അന്തരീക്ഷ വായുവിലുള്ള കാർബന്റെ അളവ് 400 ppm ആണ്. ശാസ്ത്ര സമൂഹം വളരെ ഗൗരവത്തിൽ നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ്, 450 ppmലേക്ക് അന്തരീക്ഷ വായുവിലെ കാർബന്റെ അളവ് എത്തിക്കഴിഞ്ഞാൽ പിന്നൊരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചൂടിലേക്ക് ഈ സമൂഹം, ഭൂമിയുടെ ചൂട് മാറും. പിന്നൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ചുഴലിക്കാറ്റുകൾ, ലാൻഡ് സ്ലിപ്പിങ്ങുകൾ, തിരമാലകൾ, വെള്ളപ്പൊക്കങ്ങൾ, വരൾച്ച. പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു വെച്ചു 2 രൂപത്തിൽ. ഒന്ന്, ഭൂമിയുടെ അവസാനത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ചെല്ലാം അല്ലാഹു തആല പറഞ്ഞുപോയി. രണ്ടാമതായി, അതിനേക്കാൾ പ്രധാനം, ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെല്ലാം കാരണം
മനുഷ്യന്റെ പ്രവൃത്തിയാണ്. മനുഷ്യൻ പണത്തോടുള്ള ആർത്തിയുടെ പേരിൽ, വികസനത്തിന്റെ പേരിൽ മനുഷ്യൻ ചൂഷണം ചെയ്യുന്ന ഭൂമിയിലെ വിഭവങ്ങളാണ് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും അടുത്ത ഒരു തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തെ മാറ്റാൻ കാരണമെന്ന് അള്ളാഹു താല നമ്മളോട് പറഞ്ഞു വെച്ചു. അള്ളാഹുവിന്റെ കലാമിന്റെ അത്ഭുതം കൂടിയാണിത്. നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ ഏത് കാലത്താണ് പറയുന്നതെന്ന്. കാലാവസ്ഥയെക്കുറിച്ച്, അതിന്റെ വ്യതിയാനങ്ങളെ കുറിച്ച്, അന്തരീക്ഷത്തെ കുറിച്ച്, ഓക്സിജനെ കുറിച്ച്, കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച്, ഹരിതഗ്രഹ വാതകങ്ങളെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു കാലത്ത്, ഇതിനെക്കുറിച്ച് മനുഷ്യന് യാതൊരു അറിവുമില്ലാതിരുന്ന ഒരു കാലത്ത് ഖുർആൻ പറഞ്ഞു വെച്ചതാണ്. ഈ ആയത്തുകളൊക്കെ നേരെ ഇറങ്ങിയവർ, നേരിട്ട് കേട്ട സഹാബാക്കൾ പലപ്പോഴും അത്ഭുതത്തോടുകൂടി ഈ ആയത്തുകളുടെ മുമ്പിൽ നിന്നു പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇന്ന് അള്ളാഹുവിന്റെ കലാമിന്റെ പ്രവചനം സത്യമായി നമ്മളുടെ മുമ്പിൽ പുലരുന്നത് നമ്മൾ അനുഭവത്തിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് എ സി ഇല്ലാതെ ഒരു മിനിറ്റ് നമുക്ക് താമസിക്കാൻ, കിടക്കാൻ, നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ, പകല് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇതൊരിക്കലും അന്തരീക്ഷത്തിന്റെ താപം ഉയർന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന, വെളിയിലേക്ക് വിടുന്ന ഫോസിൽ ഫ്യൂവൽസ് കത്തിച്ചതിന്റെ പേരിലൊക്കെ വെളിയിലേക്ക് വരുന്ന ഈ കാർബണാണ്. ഇതൊരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ ചൂട് കൂടിയതിന്റെ പേരിൽ എ സി ഇട്ടാൽ നമുക്കിവിടെ തണുപ്പ് കിട്ടും. പക്ഷെ ഇത് എമിറ്റ് ചെയ്യുന്ന, ഇതിന്റെ എമിഷൻ, ഇത് വെളിയിലേക്ക് വിടുന്ന കാർബൺ, അതിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്നത് കൽക്കരി കത്തിച്ചാണ്. കൽക്കരി കത്തിക്കുന്ന സമയത്ത് വെളിയിലേക്ക് വരുന്ന കാർബൺ, റെഫ്രിജറേറ്ററിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സകല ആധുനിക സംവിധാനങ്ങളും ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇന്നോ നാളെയോ അത് സംഭവിക്കുകയില്ല എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു. 40 50 വർഷത്തിന്റെ ഇടയിൽ 100 മുതൽ 350 കോടി മനുഷ്യരുടെ ആവാസ വ്യവസ്ഥ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. വ്യാവസായിക വിപ്ലവം ആരംഭിച്ച സമയത്ത്, അല്ലെങ്കിൽ 1880 കാലാവസ്ഥ നിരീക്ഷണം തുടങ്ങിയ സമയത്തൊക്കെ ഇത് ഏതോ ഭാവിയിൽ നടക്കുന്നതാണ് എന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ മനുഷ്യർ വിചാരിച്ചിരുന്നു. പക്ഷേ ഭൂമിയുടെ മരണമണി നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കടുത്ത ചൂടിലൂടെ മുഴുകിക്കഴിഞ്ഞു എന്നാണ് ശാസ്ത്രലോകം പഠിച്ച് ശാസ്ത്രീയമായി ഇന്ന് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. IPCCയുടെ റിപ്പോർട്ടുകൾ നമുക്ക് ഇന്റർനെറ്റിൽ കിട്ടും. അതെടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും. കേരളത്തിലെ ഒരു മഹാകവി ONV കുറുപ്പ്, അദ്ദേഹം ഭൂമിയുടെ ചരമഗീതം എഴുതിയിട്ടുണ്ട്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇത് നിന്റെ എന്റെയും ആത്മശുശ്രൂഷക്കായി ഹൃദയത്തിൽ നിന്ന് ഇന്നേ പാടുന്ന ഗീതം എന്ന് പറഞ്ഞ് ഭൂമിയുടെ ചരമഗീതം പോലും നമ്മുടെ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ എഴുതിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ നമ്മളൊക്കെ ഏതോ കാലത്ത് സംഭവിക്കാൻ പോകുന്നതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖിയാമത്തിന്റെ അടയാളമായി നിയന്ത്രിക്കാൻ സാധിക്കാത്ത കാലാവസ്ഥയും സൂര്യന്റെ ഒടുക്കത്തെ കത്തലും, വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടലിന്റെ കത്തൽ, ഇദാ ബരിഖൽ ബസർ വഖസഫൽ ഖമർ വജുമിഅ അശംസു വൽ ഖമർ യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ കല്ലാ ലാ വസർ. പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു അത്ഭുതകരമായ പ്രയോഗം, സൂര്യൻ അതിന്റെ ഒടുക്കത്തെ കത്തൽ കത്തുന്ന സമയം, ചന്ദ്രനെ പോലും നിഷ്ഫലമാക്കി കളയുന്ന രീതിയിൽ സൂര്യൻ അതിന്റെ ഒടുക്കത്തെ കത്തൽ കത്തുന്ന സമയം മനുഷ്യൻ ചോദിക്കും, ഐനൽ മഫർ, യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. ഇനി എങ്ങോട്ട് പോകും നമ്മളൊക്കെ ഇന്നത് ചോദിച്ചു തുടങ്ങി. ചൂട് കാരണം ഇനി എങ്ങോട്ട് പോകും? ഇത് നമ്മളുടെ ആരുടെയും പ്രശ്നമല്ല. നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് മുമ്പേ ജീവിച്ചിരുന്ന മനുഷ്യർ ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ച് ഇവിടുത്തെ കാർബന്റെ അന്തരീക്ഷത്തിലെ അളവ് കൂട്ടി, കാർബൺ കൂടിയത് കാരണം ചൂട് കൂടിയിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലാഹു തആല സൂര്യൻ ഒടുക്കത്തെ കത്തൽ കത്തുന്ന സമയത്ത് മനുഷ്യൻ ചോദിക്കുമെന്ന് സൂറത്തുൽ ഖിയാമയിലൂടെ നമ്മളോട് പറഞ്ഞ ചോദ്യം ഏതെങ്കിലുമൊക്കെ കാലത്ത് ആരെങ്കിലും ചോദിക്കുന്നതാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു എങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് ചോദിക്കാൻ തുടങ്ങി, കറണ്ട് ഇല്ലെങ്കിൽ എവിടെ പോയി കിടക്കും? കറണ്ട് ഇല്ലെങ്കിൽ എവിടെ പോകും? എങ്ങോട്ട് പോകും? മഴയാണെങ്കിൽ കിട്ടാത്ത അവസ്ഥയിൽ,
പെയ്താൽ തന്നെയോ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പേരിൽ പെയ്താൽ അത് വലിയ വെള്ളപ്പൊക്കമായി മാറും, ലാൻഡ് സ്ലിപ്പിങ്ങുകൾ ഉണ്ടാകും, ക്ലൗഡ് ബ്ലാസ്റ്റിങ്ങുകൾ ഉണ്ടാകുമെന്ന് ശാസ്ത്ര സമൂഹത്തിന്റെ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യന്റെ സാഹചര്യങ്ങൾ മാറിപ്പോവുക കടുത്ത ദാരിദ്ര്യത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോയിരിക്കും. പണ്ടൊക്കെ നമുക്കറിയാമായിരുന്നു ഏത് സമയത്താണ് മഴ പെയ്തിരുന്നത്, കൃത്യമായ കണക്കുണ്ടായിരുന്നു. ഇന്ന് ആ കണക്കുകളെ മുഴുവൻ തെറ്റിച്ച് കാലാവസ്ഥാ നിരീക്ഷകരുടെ സകല പ്രവചനങ്ങളെയും തെറ്റിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ പെയ്യുന്നു. മഴ പ്രതീക്ഷിച്ച് അതിന്റെ സമയം കണക്കാക്കി കൃഷിക്കിറങ്ങിയിരുന്ന കർഷകരുടെ വിളവുകൾ മുഴുവൻ വെയിൽ കൊണ്ട് ചൂടിന്റെ പേരിൽ ഉണങ്ങിപ്പോകുന്ന അവസ്ഥ. മറ്റൊരു ഭാഗത്ത് വെള്ളപ്പൊക്കം വന്നിട്ട് വെള്ളം കയറിയിട്ട് കൃഷി നശിച്ചു പോകുന്ന അവസ്ഥ. കിട്ടാത്ത അവസ്ഥയിലേക്ക് ശുദ്ധജലം, ഞാൻ പറഞ്ഞല്ലോ അക്വിഫർ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ശുദ്ധജലങ്ങളുടെ ഉറവിടം ഇന്ന് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര സമൂഹം അതിനെക്കുറിച്ച് പറയുന്നത് അത് നിറയുന്നതിന്റെ 50 മടങ്ങ് വേഗത്തിലാണ് മനുഷ്യൻ അതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10, 20, 25 വർഷം മുമ്പ് വെള്ളം കുപ്പിയിലാക്കി കുപ്പിവെള്ളം വിൽക്കപ്പെടുമെന്നത് നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. പണ്ടൊക്കെ ജീവിച്ചിരുന്നവർക്കറിയാം. നമ്മൾ ആരും ചിന്തിക്കാത്ത കാര്യമാണ് വെള്ളം കുപ്പിയിലാക്കി വിൽക്കുന്ന ഒരു കാലം വരുമെന്ന്. ഇന്നത് നമ്മൾ ശ്വസിക്കുന്നത് പോലെ യാഥാർത്ഥ്യമായി വെള്ളം കുപ്പിയിലാക്കി വിൽക്കുന്ന അവസ്ഥ. ഒരു 10, 20 കൊല്ലം മുമ്പ് മണല് കിട്ടാക്കനിയായി മാറുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ന് മണല് കിട്ടാത്ത അവസ്ഥയിലേക്ക്, പാറകൾ മുഴുവൻ പൊട്ടിച്ചെടുക്കുന്ന അവസ്ഥ. ഇപ്പൊ ഭൂമിയുടെ സകല വിഭവങ്ങളെയും മനുഷ്യൻ ചൂഷണം ചെയ്ത് ഭൂമിയെ അതിന്റെ അവസാനത്തിലേക്ക്, ഖിയാമത്തിന്റെ സകല അടയാളങ്ങളും പ്രകടമാക്കി ഭൂമി അതിന്റെ ചരമത്തിലേക്ക് മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടെത്തിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു എങ്കിൽ നമ്മൾ ഇന്ന് അതിന്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ ആരും വിചാരിക്കേണ്ട ഈ ചൂടാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന്. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് 42 ഡിഗ്രി എന്നുള്ളത് അതിന്റെയും മുകളിലേക്ക് പോകും. ചൂട് കൂടിയിട്ട് മനുഷ്യർ പലതും ഇവിടെ മരിച്ചു വീഴും. അതല്ല, അതൊരു തുടക്കമാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഭൂമി, ഈ പ്രകൃതി നമ്മളോട് കാണിക്കാൻ പോകുന്ന അതിന്റെ പ്രതികാരങ്ങൾ മനുഷ്യൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭീകരമായിരിക്കും. നമുക്കറിയാം മനുഷ്യൻ എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും പ്രകൃതി നമുക്ക് നൽകുന്ന ദുരന്തങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചതാണ്. 2 പ്രളയത്തിന്റെ സമയത്ത്, അതേപോലെ സുനാമിയുടെ സമയത്ത്, മറ്റു പല നാടുകളിലും ഭൂകമ്പം, ഭൂമികുലുക്കം ഉണ്ടാകുന്ന സമയം മനുഷ്യൻ എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും, എത്ര സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ആ സംവിധാനങ്ങളെ മുഴുവൻ സെക്കൻഡുകൾ കൊണ്ട് നിഷ്പ്രഭമാക്കി കളയുന്ന രീതിയിൽ ഭൂമി അതിന്റെ പക നമ്മളോട് വീട്ടുന്നത് പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ചൂട് തുടക്കം മാത്രമാണ്, ഒടുക്കമല്ല. ഭൂമി, പ്രകൃതി അതിന്റെ എല്ലാ പ്രതികാരങ്ങളും മനുഷ്യനോട് വീട്ടാൻ പോകുന്നതിന്റെ തുടക്കമാണ് എന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ പരിശുദ്ധ ഖുർആനും നമ്മളോട് പറഞ്ഞു വെക്കുന്നു. ഈ പ്രതിസന്ധികൾ മുഴുവൻ ആന്ത്രോപോജനിക്കാണ്, അഥവാ മനുഷ്യന്റെ പ്രവൃത്തി മൂലം, മനുഷ്യന്റെ ഒടുങ്ങാത്ത ആർത്തി മൂലം ഉണ്ടായി തീർന്നതാണ് എന്ന് അള്ളാഹുവും നമ്മളോട് പറയുന്നു ഒരു ഭാഗത്ത്, ശാസ്ത്ര സമൂഹവും ഒരു ഭാഗത്ത് നമ്മളോട് പറയുന്നു. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ ആരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിചാരിച്ചാൽ ഇതൊരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. നിയന്ത്രിക്കണമെങ്കിൽ നമ്മളൊക്കെ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണം. ലോക്ക്ഡൌൺ സമയത്ത് കുറച്ചൊക്കെ അത് നിയന്ത്രിച്ചിരുന്നു. മനുഷ്യൻ യാത്ര ഒഴിവാക്കിയപ്പോൾ, വാഹനങ്ങളുടെ ഉപയോഗം ഒഴിവാക്കിയപ്പോൾ കുറെയൊക്കെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു. ശാസ്ത്ര സമൂഹം നമ്മളോട് പറയുന്നത് ഒരേ ഒരു കാര്യം, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. അന്തരീക്ഷത്തിലെ കാർബണിന്റെ അളവ് കുറയ്ക്കാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം മരങ്ങൾ നട്ടു പിടിപ്പിക്കലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ചരമമണി മുഴങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി നമ്മളോട് പറഞ്ഞു തന്നു. അള്ളാഹുവിന്റെ റസൂല് പ്രവാചകനാണ് എന്ന്, ദൈവത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നിർദ്ദേശപ്രകാരം മാത്രമാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നിങ്ങൾ ഇന്ന് ഇന്റർനെറ്റിലെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അടിച്ചു നോക്കിയാലും ഇഷ്ടംപോലെ ലോകത്തറിയപ്പെട്ട ഏജൻസികളുടെ റിപ്പോർട്ട് വരും. അതിലേതിന് കയറിയാലും ഇതിനുള്ള പരിഹാരമായി ആദ്യം നമ്മൾ കാണുന്നത് മരങ്ങൾ നട്ടുപിടിപ്പിക്കലാണ്. ഭൂമിയെ അതിന്റെ
ചരമ അവസ്ഥയിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മരം നട്ടുപിടിപ്പിക്കലാണെന്ന് എല്ലാ ശാസ്ത്രീയ വിശകലനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു, ഇദാ സമിഅ അഹദുകും ബിദ്ദജ്ജാൽ, നിങ്ങൾ ആരെങ്കിലും ദജ്ജാലിനെ കുറിച്ച് കേട്ടാൽ എന്ന് പറഞ്ഞാൽ ഖിയാമത്തായാൽ ആകാശം താഴേക്ക് വീഴുമെന്ന് നിങ്ങൾ കേട്ടു, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആകാശം പൊട്ടി വീഴാൻ പോകുന്ന വലിയ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഭൂമി അവസാനിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഉറപ്പായി. നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ ആ സമയത്ത് ഒരു മരത്തിന്റെ തൈയുണ്ടെങ്കിൽ ആ മരം നിങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഇന്ന് ലോകം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഭൂമിയെ തിരിച്ചു പിടിക്കാനുള്ള അവസാനത്തെ ശ്രമത്തിന്റെ ഭാഗമായി കാടുകൾ നിർമ്മിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഭൂമി നശിക്കാൻ പോകുമ്പോ ആകാശം പൊട്ടി താഴേക്ക് വീഴുന്നതിന്റെ ശബ്ദം നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ കയ്യിൽ ഒരു വൃക്ഷത്തിന്റെ തൈയുണ്ടെങ്കിൽ നിങ്ങൾ അത് നട്ടുപിടിപ്പിക്കണം. അലാ ഇന്ന ലിന്നാസി ഐശൻ ബഅദഹാ, അറിയണം, നിങ്ങൾ മാത്രമല്ല ഭൂമിയിൽ ജീവിക്കേണ്ടത്, നിങ്ങൾക്ക് ശേഷം ഒരു ജനതയ്ക്ക് ജീവിക്കാൻ അത് മതി. ഇന്ന് നമ്മളോട് ശാസ്ത്രം പറയുന്നത് അടുത്ത തലമുറയ്ക്ക്, നമ്മളുടെയൊക്കെ മക്കൾ അവരുടെ തലമുറയ്ക്ക് ജീവിക്കാൻ ഈ ഭൂമി യോഗ്യമാകണമെങ്കിൽ ഹരിതഗ്രഹ വാതകങ്ങളുടെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കണം, മരങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്ന് പറയുന്നു എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അന്നേ പറഞ്ഞു, അലാ ഇന്ന ലിന്നാസി ഐശൻ ബഅദഹാ, ഈ മരങ്ങളുടെ തൈകൾ നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ഒരു ജനതയ്ക്ക് ജീവിക്കാൻ യോഗ്യമായ അവസ്ഥയിലേക്ക് ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ അത് മതിയാകുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്. നബിതങ്ങളുടെ സഹാബാക്കൾ എത്ര ഗൗരവത്തോടുകൂടി ഈ മുന്നറിയിപ്പുകളെ, ഈ താക്കീതുകളെ കണ്ടു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ വാർദ്ധക്യം ബാധിച്ച മുതുക് കൂനിപ്പോയ ഒരു സഹാബിയെ കാണുകയാണ്. അദ്ദേഹം തന്റെ വാർദ്ധക്യത്തിൽ തന്റെ വീട്ടിന്റെ മുറ്റത്ത് ചെടി നടുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് ഈ പണിയുടെ ആവശ്യമുണ്ടോ? നമ്മൾ ചില ആളുകളൊക്കെ ഈ ചെടി നടുന്നതിന്റെ ക്രൈസുള്ള ആളുകൾ ചെടി നടുമ്പോൾ നമ്മളൊക്കെ ചോദിക്കും, ഈ വയസ്സാം കാലത്ത് വീട്ടിലെങ്ങാനും ഇരുന്നാൽ പോരെ, ഈ മരം നടാനും ചെടിക്ക് വെള്ളം ഒഴിക്കാനും ഒക്കെ ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇതേ ചോദ്യം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഹാബിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയുടെ മരണമണി മുഴങ്ങുന്ന സമയത്ത് പോലും മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പറഞ്ഞു എങ്കിൽ ഞാൻ മരണപ്പെട്ടു പോയാലും എനിക്ക് ശേഷം ഇവിടേക്ക് വരുന്ന ഈ മരം വലുതായി ആ വൃക്ഷത്തിന്റെ തണലിലേക്ക് വന്നിരിക്കുന്ന ഒരു മനുഷ്യൻ അതിൽ നിന്ന് തണല് കൊണ്ടാൽ എന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ആ മരങ്ങളിൽ നിന്ന് ആരെങ്കിലും ബലങ്ങൾ കഴിച്ചാൽ, ആരെങ്കിലും ബലങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയാൽ, കിളി കൊത്തിക്കൊണ്ടുപോയാൽ, പച്ചക്കരലുള്ള ഏത് ജീവി അതിന്റെ ബലങ്ങളിൽ നിന്ന് ബലം കഴിച്ചാലും എന്റെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ നിലനിർത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെന്റെ പ്രായവും എന്റെ വാർദ്ധക്യവും എന്റെ അവശതയും ഒരു പ്രശ്നമല്ല എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു വയസ്സുകാലത്ത് ചെടി നട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചോദിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു എങ്കിൽ ഈ പ്രതിസന്ധിയെ, ഈ കടുത്ത ചൂടിനെ അതിജീവിക്കണമെങ്കിൽ എന്നല്ല, അതിജീവിക്കൽ വളരെ പ്രയാസമാണ് ഇന്നത്തെ ലോകത്തിന്റെ ഈ പോക്കിൽ. ശാസ്ത്ര സമൂഹം അതിനുവേണ്ടി പല പല പദ്ധതികളും ബില്യൺ ഡോളറുകൾ ചെലവഴിച്ച് പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ പഴയ കാലത്ത് വികസിത രാജ്യങ്ങളെ പോലെ ഇന്ന് മറ്റു രാജ്യങ്ങളും മുന്നേറാൻ വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ലോകത്തെ ഇന്ന് ആഗോള തലത്തിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആഗോള പ്രതിസന്ധിയായി ഈ ഗ്ലോബൽ വാർമിങ്ങും ഈ ക്ലൈമറ്റ് ചേഞ്ചിങ്ങും അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളും മാറി നിൽക്കുകയാണ്. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യം ഒന്ന്, ഇങ്ങനത്തെ വാതകങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, അതിനേക്കാൾ ഉപരി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കുക. ഏറ്റവും വിരോധാഭാസമായ ഒരു കാര്യം, ബാക്കി എല്ലാത്തിനും നമ്മൾ ചൂഷണം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ചൂഷണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വികസനം എന്നാണ്. ചൂഷണത്തിന്റെ നേരെ വിപരീതമാണ് വികസനം. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന സമയത്ത് ബാക്കി എന്തിനെ ചൂഷണം ചെയ്താലും ചൂഷണം എന്ന് ഉപയോഗിക്കുന്നിടത്ത്
പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന ചൂഷണങ്ങൾക്ക് വികസനം എന്ന വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതില് വലിയ റോളൊന്നുമില്ല, നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ഒരു അമലായി, ഒരു കർമ്മമായി, ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധിക്കുന്ന രീതിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. ആവശ്യമില്ലാതെ, ഉപയോഗമില്ലാതെ ഒരു മരത്തിന്റെ കമ്പോ ഒരില പോലും മുറിക്കരുത് എന്ന് പഠിപ്പിച്ചു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിനേക്കാൾ ഉപരി ഒരു മുസ്ലിം എന്ന നിലയിൽ ഇങ്ങനത്തെ പ്രകൃതിയുടെ മഹാദുരന്തങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ വാതിലിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ പറയുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മളുടെ പ്രകൃതിയെയും ഭൂമിയെയും നമ്മളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.